മമ്മി ഇവളാ ഓവൻ നശിപ്പിച്ചു. എന്താ ഇവിടെ? എന്താ ഒരു പുകയും മണമൊക്കെ? വേലക്കാരുടെ ഗുണം. നിനക്ക് ഓവൻ യൂസ് ചെയ്യാൻ അറിയില്ലേ? ഇല്ല, ഞാൻ രാജുവേട്ടനോട് ഫോൺ വിളിച്ച് ചോദിച്ചു. നിനക്കറിയില്ലെങ്കിൽ നീ എന്തിനാ അതിൽ തൊട്ടത്? അതിന്റെ വില എന്താണെന്ന് നിനക്കറിയോ? അതിന്റെ ഉപയോഗം എന്താണെന്ന് നിനക്കറിയോ? എന്തോ പ്രശ്നം? ആന്റി എന്താ ഇങ്ങനെ സൈലന്റ് ആയി നിൽക്കുന്നേ? ഇതൊക്കെ എങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്നു ആന്റി? അയ്യോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാലാണല്ലോ ഇവിടെ കുഴപ്പം. അല്ലെങ്കിൽ തന്നെ ഈ വീടിനകത്ത് എന്തൊക്കെയാ ഇവളിവിടെ കാണിച്ചു കൂട്ടുന്നേ? മഹാറാണിയെ പോലെയല്ലേ ഇവളുടെ നടപ്പും ഭാവവും. നീ എവിടെയായിരുന്നു? നിനക്ക് ചെയ്യാറുന്നില്ലേ? അടുക്കളയിൽ നിന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞാ അത് നന്ദിനിക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാൻ മാറി നിന്നതേ ഉള്ളൂ. അപ്പോ അടുക്കളയിൽ നിന്റെ ഭരണമുണ്ട്. എന്തിനാടി ഇങ്ങനെ കണ്ണുമിഴിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നു? നിന്റെയൊക്കെ വീട് പോലെ അവിടെ ഒരു വിറകടുപ്പും കൂട്ടി അതിന്റെ മൂട്ടിൽ കാവലിരിക്കുന്ന പോലെ അല്ല. ഇത് പത്മയുടെ വീടാ. അതുകൊണ്ട് അതിന്റെയൊക്കെ സൗകര്യത്തിനനുസരിച്ച് പെരുമാറാൻ പറ്റിയില്ലെങ്കിൽ നീ പിന്നെ എന്തിനാണ് ഇവിടെ കാവലിടക്കുന്നത്? പത്മ, അല്ലെങ്കിലും ഇക്കാലത്ത് വേലക്കാരികൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് എവളുമാർക്കൊരു ധാരണയുണ്ട്. അത് നമ്മളെ പോലുള്ളവരോട് നടക്കില്ലെന്ന് കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. വേറൊന്നും നോക്കണ്ട പത്മ. നഷ്ടം എന്താന്ന് വെച്ചാ ഇവളുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്ക്. ഒരു മാസത്തെ ശമ്പളം തീരില്ലെങ്കിൽ അതിന്റെ തുക തീരുന്നത് വരെ പണിയെടുക്കട്ടെ. 5 പൈസ കൊടുക്കരുത്. നിന്റെ ഈ കള്ള കണ്ണീരുണ്ടല്ലോ, അത് ഈ കുടുംബത്തിന്റെ തറയിൽ വീണു പോരുത്. സത്യം പറഞ്ഞ ഇതിനൊക്കെ ഒരു നിയമം വരണം. ഇവളുമാരൊക്കെ തൊട്ട് നശിപ്പിക്കുന്നതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള നിയമം. നോക്ക്. അയ്യോ, സോറി പത്മ. ഞങ്ങള് വേലക്കാരിയാണെന്നാ കരുതിയേ. മകന്റെ ഭാര്യയാണെന്ന് ഫോട്ടോ കണ്ടപ്പോഴാ മനസ്സിലായേ. റിയലി സോറി. അയ്യോ, നിങ്ങൾ അതിന് സോറി ഒന്നും പറയണ്ട. ഇവള് ഈ വീട്ടിലെ വേലക്കാരി തന്നെയാ. പിന്നെ എന്റെ മകന്റെ കൂടെ ഉള്ളൊരു ഫോട്ടോ. അയ്യോ, അത് അല്പം കൊള്ളാവുന്ന രീതിയിൽ ജീവിക്കുന്നവരുടെ കൂടെ ഫോട്ടോ എടുക്കുന്നത് ആളുകൾക്ക് ഇപ്പോൾ ഒരു ത്രില്ലാണല്ലോ. അതങ്ങനെ കരുതിയാ മതി. പിന്നെ നിങ്ങൾ പൊയ്ക്കോ. അല്ല, നമ്മുടെ പ്രോഗ്രാമിന് ഒരു മാറ്റവും ഇല്ല. തൽക്കാലം നിങ്ങൾ ചെല്ല്. എന്നാ ശരി. ശരി എന്നാ. ഇത് ഇവള് കരുതി കൂട്ടി തന്നെ ചെയ്തതാ. വന്ന് കയറിയവരുടെ മുന്നിൽ വേലക്കാരിയല്ല വീട്ടുകാരിയാണെന്ന് കാണിക്കണമെങ്കിൽ ഒരു കാരണം വേണമല്ലോ. അതിനു വേണ്ടി തന്നെയാ നീ ചെയ്തേ. അല്ല മാഡം, എനിക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. പോയെന്റെ മുമ്പിന്ന്. എനിക്ക് നിന്റെ മുഖം കാണണ്ടെന്നും സംസാരിക്കണ്ടെന്നും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാരണം ഉണ്ടാക്കി വന്ന് കേറിക്കോളും ഓരോ നാശങ്ങളും. ഞാൻ കരുതിയതേ മമ്മി ഈ നിമിഷം നിന്നെ ഇറക്കി വിടുവെന്ന. എന്റെ കഷ്ടകാലത്തിനാ ഞാൻ ഇവളോട് അതൊന്നും ചെയ്യാൻ പറഞ്ഞേ. ആ രാജു ഇങ്ങും വരട്ടെ. അയാളാണല്ലോ ഇവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. ഇനി എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ നോക്ക്. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോ ആന്റി വന്ന് നോക്കും.
കാര്യമായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ഒന്നും പറയാത്തത്? സൂര്യ, നീ വേറൊന്നും വിചാരിക്കരുത്. ആരുടെയും ഒരു കാര്യ. ഏട്ടാ, ഞാൻ ഓൺലൈനിൽ ഓർഡർ എടുത്ത് ചെറിയ കാറ്ററിംഗ് ഒക്കെ നടത്തുന്നത് അറിയാലോ. ചില ദിവസങ്ങളിൽ ഓർഡർ ഉണ്ടാവാറുണ്ട്. പക്ഷേ എന്നും അത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. സ്ഥിരമായിട്ട് കൊള്ളാവുന്നൊരു ഓർഡർ ഉണ്ടായിരുന്നെങ്കിൽ. അനന്ത, നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ കമ്പനിയുടെ കാറ്ററിംഗ് ഏറ്റെടുത്തു. അപ്പൊ പിന്നെ ഡെയിലി സപ്ലൈ ചെയ്യാമല്ലോ. അത് വേണ്ട ഏട്ടാ. കമ്പനിയിൽ സൂര്യ മാത്രമല്ലല്ലോ, മാഡത്തിന്റെ താല്പര്യങ്ങൾ നോക്കണ്ടേ? അതും ഇതും കൂടി കൂട്ടിക്കൊടുക്കണ്ടല്ലോ. ശരി, പിന്നെ എന്താ വേണ്ടത്? ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, മുജീബ് റഹ്മാൻ, സിറ്റി ഓട്ടോമൊബൈൽസ് നടത്തുന്ന. സിറ്റി ഓട്ടോ? അതെ. അവർക്ക് ദിവസം ഒരു 300 പേർക്കുള്ള ഫുഡിനുള്ള ഓർഡർ ഉണ്ട്. അപ്പൊ ഏട്ടനെന്ന് സംസാരിച്ച് സ്ഥിരമായിട്ട് അത് നമുക്ക് കിട്ടിയാൽ. ഇതാണോ നീ ഇത്ര വളച്ചു കെട്ടി സംസാരിക്കുന്നത്? ഞാനിപ്പോ തന്നെ മുജീബിനെ വിളിക്കാലോ. അല്ല, ഏട്ടനത് ബുദ്ധിമുട്ടാണെങ്കിൽ. പിന്നെ ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. ഹലോ, എടാ മുജീബ്, നീ എവിടെയാ? എടാ, സ്ഥിരമായിട്ട് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞാല് ഞാനുമായിട്ട് സ്ഥിരം കാണണമെങ്കിൽ നീ കള്ളു കുടിക്കണമല്ലോ. നീ അത് ചെയ്യുന്നില്ലല്ലോ. എടാ, ഞാൻ വിളിച്ചതേ, നീ എവിടെ കാറ്ററിങ്ങിനുള്ള ഓർഡർ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അല്ല, അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടിട്ട് എന്നോട് ഒരാൾ ചോദിച്ചു. എൻ്റെ ഒരു അനിയത്തിയുണ്ട്, അവരെ കാറ്ററിംഗ് നടത്തുന്നവരാ. ഞാനേ അവരെ അങ്ങോട്ട് വിടാം. നീ അവർക്ക് ആ ഓർഡറും കൊടുത്തേക്ക്. അപ്പൊ ശരിടാ. ഓക്കെ. ശരി. ഇത്രയേ ഉള്ളൂ. ഇത് നിനക്ക് എന്നെ ഫോണിൽ വിളിച്ചങ്ങ് പറഞ്ഞാൽ പോരായിരുന്നില്ലേ?